മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരട് പട്ടിക വിവാദമായ സാഹചര്യത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് വ്യാപക പിശകുകൾ കണ്ടെത്തിയ കരട് പട്ടികയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. 24നോടുള്ള മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, കേൾക്കാം. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലിരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും. ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല. അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. ജില്ലാ കളക്ടറോട് ഇന്നലെ തന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ ലിസ്റ്റിൽ വന്നിട്ടുള്ള പാകപ്പിഴകളുടെ കാര്യം എന്താണ് എന്ന് അന്വേഷിച്ച് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകാൻ ഇന്നലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഒരു ചെറിയ കാര്യമായിട്ട് ഒരു കാരണവശാലും കാണുന്നില്ല. പക്ഷേ ആ കാര്യത്തിൽ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായൊരു പ്രശ്നമാണ് എന്ന് കാണുന്നുണ്ടെങ്കിലും ഇരട്ടിപ്പുള്ള ഒരു പേരും വീണ്ടും ആവർത്തിക്കില്ല എന്ന കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒട്ടും ഗൗരവമില്ലാതെ തയ്യാറാക്കിയ കരട് പട്ടിക പുറത്തു വന്നതോടെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ മുഖത്ത് നിരാശയേറുകയാണ്. പ്രയാസപ്പെടുന്ന ആൾക്കാരെ വീണ്ടും ആക്കുന്ന രീതിയിലാണ് ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മുണ്ടക്കായിൽ മാത്രം 70ഓളം ഡബിൾ എൻട്രിയാണ് വന്നിട്ടുള്ളത്. മുണ്ടക്കായിൽ നിന്ന് പോയ ആൾക്കാർ 15 വർഷം മുമ്പ് പോയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു വീട് 3 വീടിൻ്റെ അപ്പുറം പെടാൻ സെൻട്രലിലെ വീട് പെട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള രീതിയിലാണ് ഈ ലിസ്റ്റ് നല്ല പ്രസിദ്ധീകരിച്ചത്. വ്യാപകമായിട്ട് ഇതിൽ പ്രതിഷേധമുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം 70ഓളം ആളുകൾ ഇത് വന്നിട്ടുണ്ട്. അത് പിന്നെ വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. കാരണം അവിടെ അർഹതപ്പെട്ട ആളുകൾ ആ ലിസ്റ്റിൽ കയറാനുണ്ട്. പിന്നെ മുണ്ടക്കയെ സംബന്ധിച്ചിടത്തോളം 11ാം വാർഡ് പൂർണ്ണമായിട്ടും ഈ എഫക്റ്റഡ് ഏരിയ എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. അതങ്ങനെയാണല്ലോ ഇതിൻ്റെ പ്രഭവകേന്ദ്രം എന്നുള്ള നിലക്ക് അത് പിന്നെ മുഴുവൻ ആളുകളും അതിൽ ഉൾപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ 50ഓളം കുടുംബങ്ങൾ ഇനി അതിൽ പിന്നെ ലിസ്റ്റിൽ വരാനുണ്ട്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. അവർക്ക് ജോലികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു പോകുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് പുനരുദ്ധാരണം അവർക്ക് ക്രമീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ സർക്കാരിനും വാടക കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എത്രയും അടിയന്തരമായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഞാൻ ഈ നാട്ടിലിപ്പോൾ ജീവിക്കുന്ന ആളാണ്. ഇവിടെ കറണ്ടിന് വേണ്ടി ഞങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ആളെ നമ്മളെ വൈസ് പ്രസിഡന്റിനെ പോയി കണ്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ടപ്പോൾ മൂപ്പർ പറഞ്ഞത് കലക്ട്രേറ്റിൽ ഇപ്പോൾ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കറണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കറണ്ട് കൊടുക്കണ്ടെന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഈ കടകളിലൊന്നും കറണ്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതുപോലെ 300ഓളം കുട്ടികൾ പോണ പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ 300ഓളം കുട്ടികൾ ഞങ്ങൾ മേപ്പാടിയിലേക്കാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഞാൻ ഈ സ്കൂളിൻ്റെ ഒരു PT ബസ്സിലുണ്ടാ. നമുക്ക് വേദനിച്ചുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 ബസ്സിൽ തിരികിയിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അത് വളരെയധികം വിഷമത്തിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ മന്ത്രിസഭായോഗം ഈ വിഷയമൊക്കെ പരിഗണിക്കാനായി അടിയന്തരമായി ചേരുകയാണ്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കരട് പട്ടികയിൽ വ്യാപക പിശകുണ്ട്. ഇന്നലെയും ഇന്നും റവന്യൂ മന്ത്രി 24നോട് പ്രതികരിക്കുമ്പോൾ ഇത് കരട് പട്ടികയാണ്, പിഴവുകളൊക്കെ തിരുത്തിയുള്ള പട്ടികയാകും അന്തിമമായി പുറത്തിറക്കുക, ആർക്കും ആശങ്ക വേണ്ട എന്നൊക്കെ ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്ര വലിയ പിഴവ് ഇതിലുണ്ടായി എന്നുള്ളത് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടുന്ന തരത്തിലേക്ക് ആലോചനകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ? ഒപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി എന്ത് ചെയ്യണം എന്നതിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടാകുമോ? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഓൺലൈനായിട്ടുള്ള മന്ത്രിസഭായോഗം ചേരുന്നത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ കരട് പട്ടികയെപ്പറ്റി വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന വിഷയം പരിശോധിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ പിഴവുകൾ, ഇരട്ടിപ്പ് ഒക്കെ തന്നെ ഈ കരട് പട്ടികയിൽ കടന്നുകൂടിയത് എന്നതിനെപ്പറ്റി സർക്കാരിനും കൃത്യമായ ഉത്തരവില്ല. അതൊക്കെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന തരത്തിലുള്ള ന്യായീകരണമാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അങ്ങനെ ലാഘവത്തോടെ കാണാൻ കഴിയുന്ന വിഷയമല്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ വീഴ്ചയും സർക്കാരിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന അറിവ് സർക്കാർ നേതൃത്വത്തിനുണ്ട്, ഭരണ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി മന്ത്രിസഭായോഗം വിളിച്ച് ഈ കാര്യത്തിൽ ഒരു പരിശോധന നടത്താനും ഈ ഉണ്ടായ പിഴവുകൾ പരിഹരിക്കാനും ഇനി പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ചെയ്യുന്നത്. ഏതാണ്ട് 70ഓളം ഗുണഭോക്താക്കൾ, ഈ ലിസ്റ്റിൽ വരേണ്ട ഗുണഭോക്താക്കൾ പട്ടികയിൽ പെട്ടിട്ടില്ല എന്ന വിമർശനമാണ് വയനാട് നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവത്തിലെടുത്തുള്ള ഒരു തീരുമാനം വൈകുന്നേരം 3:30 ചേരുന്ന ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് കരട് പട്ടികയിൽ വ്യാപക പിഴവുകളൊക്കെ വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് 3:30 അടിയന്തര മന്ത്രിസഭായോഗം ചേരുന്നത്.